പുറത്ത് ഫുള്ള് നീറാണ്. ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഏ മുട്ട കണ്ടു പോന്നു. മുട്ട പോന്നു. അതെല്ലാം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മുട്ടേട്ടൻ കൂടെ പുളിയുടെ അതെടുക്കാം. ഏതാ എത്തത്തില്ലല്ലോ ഈ മുറം പിടിക്കാം ഇങ്ങനെ. ശരി, ഉള്ള നേറുകടി എനിക്കൂടെ വാങ്ങിച്ചു തരാനുള്ള പരിപാടി. പടേന്ന് കൈയിട്, വെട്ടിയിട്. എൻ്റെ കയ്യെ മൊത്തം കയറുന്നു. ആ ഒന്ന് നിൽക്ക, വെയിറ്റ് ചെയ്യേ. അതേലോ അതിൽ കളിക്കല്ലേ. പെട്ടെന്ന് 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 കയ്യെ കയറി കടി തുടങ്ങി. വെയിറ്റ് ചെയ്യും ഞാൻ. മാറ് 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 മാറ്. ആ പോയി അവിടെ വെയിലത്ത് വെക്കാം. അടിച്ച് മുട്ടയെല്ലാം താഴെ പോയി. ഇതാണോ പറക്കുന്ന സാധനം എന്ന് പറഞ്ഞേ? ഇത് ഇതിനകത്ത് തന്നെ ഉള്ളതാ? ഓ ശരി. ഈ തേനീച്ചക്കൂടിന്റെ റാണി പോലെ ആയിരിക്കും അല്ലേ ഇത്? കൂടുതൽ ഇത് കുറെ ഉണ്ടല്ലോ അതിനകത്ത് വലുത് പറക്കുന്നത്. അത് ഇതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. കുറെ എണ്ണം ഉണ്ടല്ലേ? മുട്ട താഴെ പോയി. നീറിനെ ഒലത്തിയെടുക്കുക. എല്ലാം ചെത്തെന്ന് തോന്നുന്നു. അങ്ങോട്ടിക്കള, അത്രയൊക്കെ മതി. പരീക്ഷണമില്ലേ? ഏതോ ചത്തുപോയ അപ്പച്ചന്മാരുടെ മാമ്പൊക്കെയായിട്ട് ഇളക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഷേപ്പ് ഉണ്ട്. ഈ കാലിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ? ഇങ്ങനത്തെ മുട്ട ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പം അവരെല്ലാം കൂടി ഒരു സമയത്തല്ലല്ലോ മുട്ട ഇടുന്നത്. അത് കുഞ്ഞുങ്ങളായതായിരിക്കും ആ മുട്ട തന്നെ. അതേണ്ട ഇതൊക്കെ കണ്ടില്ലേ? ഒരു കറുപ്പ് കളർ കണ്ടില്ലേ? വരുന്നുണ്ട്. ഇതിനെല്ലാം ചേർക്കും ഇങ്ങനെ, ഒന്നും കളയത്തില്ല. അതിനെ എല്ലാം എടുത്ത് കളഞ്ഞാലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതെ പ്രത്യേകം ഒരു പേപ്പറിലിട്ട് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി ഉണ്ടാക്കിക്കോ. വറുത്തോ പൊരിച്ചോ എങ്ങനെയാലും കഴിക്കും. കൊച്ചിന് കൊടുക്കരുത്. കഴിക്കത്തില്ലേ? പ്രാവശ്യം കഴിക്കത്തില്ലേ? പിള്ളേർക്ക് കഴിച്ച ശീലമില്ല. അവർ ഇവിടെ അല്ലേ, അപ്പം അവർക്ക് കഴിച്ച ശീലമില്ല. നമ്മളല്ലേ കഴിച്ച. എനിക്കത് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പറയുന്ന കേട്ടാ തോന്നുന്നുണ്ട് ദൈവമേ, മട്ടനാ ഫ്രൈ ചെയ്യുന്നത്. മട്ടൻ തന്നെ കാൽസ്യം ഉണ്ട്, അതറിയോ? എന്നാ കാൽസ്യം എന്തോ ഇതിനകത്തോ? ഡോക്ടർമാരും കേൾക്കണ്ട. എനിക്കറിയത്തില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. കടുക്, കുറച്ച് സവോള, കുറച്ച് നീറിൻ്റെ മുട്ട. വേറെ എന്തൊക്കെ ഇടുന്നു? ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം, ഇച്ചിരി മുളക് പൊടി ചേർക്കാം, ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം.
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. നിങ്ങളുടെ അവിടെ ഇതൊക്കെ ചേർക്കുമോ? അവിടുത്തെ മസാല വേറെയാണ്. അവിടുത്തെ മസാല എന്തോ? അവിടുത്തെ മസാല ആധുനിക് മസാല അല്ലെങ്കിൽ പിന്നെ പാരോട്. ആധുനിക് മസാല എന്ന് പറയുന്ന മസാലയുടെ ബ്രാൻഡിൻ്റെ പേരല്ലേ, കമ്പനിയുടെ പേരല്ലേ? അത് തന്നെ എല്ലാം ചേർക്കണം. അതിനെല്ലാം മിക്സാണ്. മഞ്ഞൾപ്പൊടി അതിനകത്തിട്ട് ആഡ് ചെയ്തിട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതിനകത്ത്. മുളക് പൊടി എല്ലാം കൂടെ മിക്സ് അതിനകത്ത്. ഇച്ചിരി ചേർക്കാം. ഇച്ചിരി എരിവുള്ളതല്ലേ? അതോ കാശ്മീരിയാണോ? കുറച്ച് മതി, കുറച്ച് മതി. ദൈവമേ, ജീവൻ തിരിച്ച് കിട്ടണേ. ഇളകിയോ? നീർമുട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സവോള വഴറ്റിയത്, ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്യാസ് ഓഫായി പോയി. ഇച്ചിരി ഉപ്പ്. ഈ നീറിൻ്റെ മുട്ടയാണോ ഈ പൊട്ടുന്നത്? മതിയോ? ഇനി ഇതെങ്ങനെ അരച്ചെടുക്കുമോ? പിന്നെ ഇത്ര ഉള്ള പരിപാടി? ഇത് വെന്താ മതി. ആകെ ഇത്രയേ ഉള്ളൂ. അത് മതി. നമ്മുടെ നീര് എനിക്കൊരു നുള്ളു മതി, ബാക്കി വീട്ടിൽ കൊണ്ടുക്കോ. അങ്ങനെ ഉണ്ട്. കുഴപ്പമില്ല, ശരിയായിട്ടില്ല. പിന്നെ വെച്ചാൽ മസാല ഇത് വേറെ അല്ലേ, അതുകൊണ്ട് എന്തോ രുചി, എന്തോ വെക്കുന്ന രുചിയാണ് നമ്മുടെ നാട്ടിലെ. ഇത് പറഞ്ഞാൽ കഴിച്ച് നോക്കാം, എന്നിട്ട് പറയാം എങ്ങനെയാണല്ലോ. അല്ല, എന്നാലും കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു രൂപം വേണ്ടേ, എന്തോ ഇരിക്കുകയാണ്. ഒരു സവോളയുടെ കിട്ടിയത് രുചി. പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മുട്ടയുടെ സബ്ജി. അങ്ങനെ നീറിൻ്റെ മുട്ടയുടെ സമ്മന്തി നോക്കാം. രുചിയൊന്നുമില്ല. മസാല നന്നായിട്ട് മൂത്ത ഒരു രുചി, സവോള മൂത്ത രുചി. ഇതിൻ്റേതായിട്ടൊരു രുചിയില്ല, കിട്ടിയില്ല. ചിലപ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ബീഫൊക്കെ കട്ട്ലറ്റ് ആകുമ്പോഴേ നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഒരു രുചിയാണ്. അത്രയൊന്നും ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് അത്ര ധൈര്യം പോരാ. അങ്ങനെ കഴിച്ചാൽ ഇങ്ങനെ അറിയുന്നേ, കുറച്ച് നന്നായിട്ട് കഴിച്ചാലല്ലേ അറിയാം. ബീഫ് ഇച്ചിരി നല്ലതായിട്ട് മൂത്ത് അറ്റം കരിയുമല്ലോ, അപ്പം പൊടിഞ്ഞു വരത്തില്ലേ ആ ഒരു രുചി. അങ്ങനെയാണോ തോന്നിയത്? അങ്ങനെ തോന്നി. മതി, കൂടുതൽ ഞാൻ പരീക്ഷിക്കുന്നില്ല. ബാക്കി പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും.